ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്താണ് പറമ്പിലൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പേരക്ക പഴുത്തിട്ടുണ്ട് കേട്ടോ. വിളഞ്ഞിട്ട് നന്നായിട്ട് പഴുക്കാറായി നിൽക്കുകയാണ്. ഇത് പിച്ചണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലാണ് കേട്ടോ നമ്മൾ. സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് അറിയത്തില്ല, ആദ്യമായിട്ടുണ്ടായതായതുകൊണ്ട് തന്നെ ഇത് പഴുത്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ദിവസവും രാവിലെ ഇതിങ്ങനെ നോക്കുമ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ കുട്ടുവോ അങ്ങനെ കോഴിയോ ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നി. ഇതിങ്ങനെ അടിയിൽ ഏറ്റവും ചവിട്ടില്ല. ഞാൻ തന്നെ കുറേ ലേറ്റ് ആയിട്ടാണ് കേട്ടോ കണ്ടത്. ചേട്ടൻ കണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഞാനങ്ങനെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുന്നതായതുകൊണ്ട് കാണുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ എക്സൈറ്റ്മെൻറ്റിനുള്ള പേരൊക്കെയാണ്. ഇപ്പോൾ റെഡാണ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ തന്നെ. അതിൻ്റെ ഇലയും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. കാ വരുന്നതൊക്കെ ആദ്യത്തെ കുഞ്ഞു കായൊക്കെ നല്ല ബ്രൗൺ കളറിലാണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മുന്തിരിവള്ളിയൊക്കെ പടർന്നിട്ടുണ്ട്. ഇതിനി എന്നാണ് ആവോ ഒരു മുന്തിരിങ്ങ തിന്നാൻ പറ്റുന്നത്. പടന്നിപ്പോൾ എൻ്റെ അടുക്കളയ്ക്കകത്തോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്, വർക്ക് ഏരിയയിലോട്ട്. അപ്പോൾ ഇത് ക്രിസ്മസ് രാവിലെയാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ കുക്കിംഗ് പരിപാടികളൊന്നും ഇല്ല. അതാണ് ഈ വീഡിയോ പിടിച്ച് നടക്കാൻ മെയിൻ കാര്യം. നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ നേന്ത്രക്കൊല റെഡിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു കൊല ഒടിഞ്ഞ് ആദ്യമേ അങ്ങ് പോയായിരുന്നു. പിന്നെ ഇതാണ് ശേഷിക്കുന്നത്. ഇപ്പോൾ കൊലച്ച് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഒരേപോലെ വെച്ചാണ്, പക്ഷേ രണ്ടെണ്ണമാണ് ഫസ്റ്റ് കൊലച്ചത്. ഒരെണ്ണം എന്തോ പിണ്ടി രോഗം എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതങ്ങ് ആദ്യമേ വീണ് പോയി. ഇത് പിന്നെ നമ്മളിങ്ങനെ ചാരി ഏണിയൊക്കെ കൊടുത്ത് നിർത്തിയേക്കുവാണ് കേട്ടോ. രണ്ടാമത് ഒരെണ്ണം കൂടെ ആയിട്ടുണ്ട്. അത് നേന്ത്രക്കൊലയാണോ ഞാലിപ്പൂവനാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതും കൊലച്ചിട്ടൊക്കെ ഇപ്പോൾ ഇതിനിങ്ങനെ തൂണൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടൻ കേട്ടോ. ഇതിങ്ങനെ ഓൾറെഡി ഒരു ചരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ പറമ്പിലുണ്ടായി കഴിക്കുന്നതിൻ്റെ ഒരു സുഖവും സ്വാദും ഒക്കെ വേറെ തന്നെയാണ്. പക്ഷേ ഈ പേരയ്ക്ക ഞാനിപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോൾ പേരയ്ക്ക ഞങ്ങൾ വിച്ച് കഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞാനിതിനെ സൗണ്ട് കൊടുക്കുന്നത്. പേരയ്ക്ക നല്ല മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ രാവിലെ പോവാണ്. അപ്പോൾ ഒരു എന്തോ സമയം 10 മണിയായി അത്രയൊക്കെ ആയി കാണുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അമ്മൂൻ്റെ ഒക്കെ വീട്ടിലോട്ടാണ് കേട്ടോ. അവരുടെയൊക്കെ സ്ഥലത്തും നല്ല രസമാണ് സ്ഥലം കാണാനായിട്ട്. എങ്ങോട്ട് നോക്കിയാലും നല്ല അടിപൊളി സീനറിയാണ്, ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ വന്നു. കുറച്ച് നേരം ഇരുന്ന് പ്ലം കേക്കൊക്കെ കഴിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ടിട്ട് എല്ലാവരും ഇരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ പിള്ളേർക്കാണ് ഫസ്റ്റ് കൊടുത്തത്. പിള്ളേരൊക്കെ കഴിച്ച് കാശി മാത്രമാണ് തട്ടിൻ്റെ പുറത്തിരിക്കുന്നത്. ബാക്കി എല്ലാവരും തറയിലാണ് ഇരുന്ന് കഴിച്ചത്. അപ്പോൾ ചേട്ടൻ ഉണ്ടിട്ട് പോവാണ് നേരെ. എന്നിട്ട് പാട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പാട്ടൊക്കെ ഇട്ട് സിബി ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പിന്നെ കൂടെ മുരുകനെയും കൂടെ കിട്ടി കമ്പനിക്ക്. അപ്പോൾ അവർ രണ്ടുപേരോട് ഡാൻസ് കളിയാണ്. വേറെ ഞങ്ങളെയൊക്കെ വിളിച്ച ശേഷം ഞങ്ങളെല്ലാം ചോറുണ്ട് വയറ് നിറഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആരും ഇവിടെ ഇരുന്നിടത്ത് നനങ്ങിയില്ല കേട്ടോ. എന്നിട്ട് ഇവരെല്ലാം പിന്നെ ഇവരുടെ വഴിക്കേ പോയിട്ടോ. പിന്നെ ഞാനും അമ്മോട് കുറേ നേരം കഥ പറഞ്ഞ് കുറേ നേരം വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളേച്ചെന്നാൽ നമുക്ക് നടന്ന് ഇവിടെയൊക്കെ പോയാലോ. അപ്പോൾ കാശിയാണ് ആദ്യം പറഞ്ഞത് നമുക്ക് നടക്കാൻ പോകാമെന്ന്. അപ്പോൾ അതിന് മുമ്പ് ഒരു കേക്ക് കൂടെ മുറിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് റീൽസും ഒക്കെ എടുത്ത് നടക്കുന്നതാണ് ഇതൊക്കെ കാണുന്നത്. ഞാനും അവളും കൂടെ കുറേ നേരം അവിടെ പിന്നെ കാശ് പകുതി വഴിയപ്പോൾ തിരിച്ചു പോയിട്ടോ. അവന് ഒത്തിരി നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഇത് നടക്കുമ്പോൾ ഫുൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം ആമ്പൽ വിരിഞ്ഞിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തോട്ടിയൊക്കെ ഇട്ട് പറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഒന്നും നടന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തെടുത്ത് ഞങ്ങൾ പിന്നെ അങ്ങേ അറ്റം വരെ ഇത് തന്നെയായിരുന്നു സ്ഥിതി. ഓരോരുത്തർ നിൽക്കും റീൽസ് എടുക്കും. പക്ഷെ 2-3 പിള്ളേർ അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത് ഫോണും കൊണ്ട് വരുന്നുണ്ടപ്പോഴേ അവർ ജീവനും കൊണ്ട് ഓടി അവരുടെ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്തോ അറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ പിന്നെ പോളയുടെ പൂവാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതിനെന്തോ ഒരു പേര് പറയുന്നത്, പക്ഷേ ആ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഇത് നിറച്ചങ്ങനെ എല്ലാം ഫുള്ളിങ്ങനെ നിൽക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ ഫോണും കൊണ്ടാണ് കാശ് തിരിച്ച് നടന്നു പോയത്. അതുകൊണ്ട് എൻ്റെ ഫോണില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മൂൻ്റെ ഫോണിലാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുപ്പിച്ച് അവളെ കൊണ്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. ഞാൻ പറഞ്ഞു അവിടെ ഒരു കഷ്ടപ്പാടൊന്നും പറയേണ്ട, വീഡിയോയും എടുത്തു തരണം നടന്നിട്ട്. അപ്പം ഞങ്ങളങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പോയതുകൊണ്ട് ഒത്തിരി ദൂരം ഉണ്ടോയെന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. കുറേ ദൂരം ഞങ്ങൾ നടന്നു പോയി. തിരിച്ച് നടന്നപ്പോഴാണ് ഇത്രയും ഞങ്ങളിങ്ങനെ നടന്ന് തിരിച്ച് വന്നല്ലോ എന്നാലോചിച്ചത്. അപ്പം വന്ന വഴിക്ക് നമ്മൾ പ്ലാൻ ചെയ്താണ് പിള്ളേരെ കൊണ്ട് ഒരു റീൽസ് എടുപ്പിക്കാൻ കേട്ടോ. അങ്ങനെ റീൽസൊക്കെ വീട്ടിൽ ചെന്ന് പഠിപ്പിച്ചിട്ട് വന്ന് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വട്ടത്ത് നിന്ന് നടത്തിയപ്പോൾ നോക്കിയപ്പോൾ എല്ലാം പല വഴിക്ക് പോകുന്നു, ഒരു ഭംഗിയില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ശ്രമമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ബ്രിഡ്ജ് കാണാൻ പോയിട്ടോ. തോട്ടപ്പള്ളി ബ്രിഡ്ജ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രാത്രി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ചിറക് പാലം എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പം അത് പുതിയതായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരുപാടങ്ങനെ തിരക്കും ഇല്ല, ഭയങ്കര വണ്ടി പോകുന്ന അങ്ങനെ ഒരു ഇതും ഇല്ലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ പോകുന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് വണ്ടിയൊന്നും പോകുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് റീൽസൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ കുറേ എടുത്ത് നിന്നിട്ടാണ് വെട്ടത്തിൻ്റെ ഒക്കെ സംഭവമൊക്കെ ശരിയാക്കി നമ്മളങ്ങനെ റീൽസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിച്ച്
അപ്പോഴത്തേക്ക് സമയം ഒരു 10:30 കണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അമ്മുൻ്റെ വീട്ടിലൊക്കെ വന്ന് അവിടെ തന്നെ അങ്ങ് സെറ്റായി. ചേട്ടൻ നേരത്തെ സ്ഥാനം പിടിച്ച് ഞാൻ അമ്മുൻ്റെ നൈറ്റിയൊക്കെ എടുത്തിട്ട് ഞങ്ങളും കിടക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാറുൻ്റെ മുടിയൊക്കെ അമ്മു കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്മസ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ.